അൽഹംദുലില്ലാ. ഇന്നത്തെ പ്രഭാതം തനഈമിലേക്കാണ്. വിശുദ്ധ റമദാനിലെ പവിത്രമായ ഈ രാവിലെ അത്താഴം കഴിച്ച ഉടനെ തനഈമിലേക്ക് വരികയാണ്. തനഈമിൽ നിന്ന് ഇഹ്റാം ചെയ്ത് ഇൻഷാ അല്ലാഹ് ഉംറ നിർവഹിക്കലാണ് ലക്ഷ്യം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വല്ലാത്ത സൗന്ദര്യമുള്ള ഒരു പ്രദേശമാണ് തനഈം. നായിം നഈം എന്ന മലയുള്ളത് കൊണ്ട് ഇവിടെ തനഈം എന്ന് പേര് വന്നതാണ്. ഒരുപാട് അനുഗ്രഹങ്ങളാണ് ഈ പുണ്യഭൂമിയിൽ വെച്ച് പലർക്കും ലഭിച്ചിട്ടുള്ളത്. മക്കയിൽ വന്ന് പിന്നീട് ഉംറ നിർവഹിക്കണമെങ്കിൽ ഹറമിൻ്റെ പുറത്തു പോകേണ്ടതുണ്ട്. ഹില്ല് എന്ന് പറയുന്നത് ഹറമിൻ്റെ പുറം ഭാഗങ്ങൾക്കാണ്. 4 ഭാഗത്തും ഹറമിൻ്റെ അതിർത്തികൾ അടയാളപ്പെടുത്തിയപ്പോൾ അതിലെ വളരെ പ്രധാനപ്പെട്ടതായ ഇഹ്റാം ചെയ്യുന്ന സ്ഥലമാണ് ജഅറാന. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഒരു ഉംറ നിർവഹിച്ചു എന്നതാണ് കാരണം. അതുപോലെ 300ഓളം പ്രവാചകന്മാർ ഇഹ്റാം ചെയ്ത സ്ഥലം കൂടിയാണ് തനഈം. 2ാം സ്ഥാനം പല മദ്ഹബിലുള്ളത് ഈ തനഈമിനാണ്. ആയിഷ റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹജ്ജിന് വന്ന സമയത്ത് സഹോദരനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി ഇഹ്റാമിന് വന്ന് ഇഹ്റാമിൻ്റെ നിസ്കാരം നിസ്കരിച്ച സ്ഥലമാണ് ഇന്ന് മസ്ജിദ് ആയിഷ എന്ന പേരിലുള്ള ഈ പള്ളി. അല്ലാഹു തആല ഈ മണ്ണിലെത്താൻ എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. തനഈമിൽ ഓർത്തിരിക്കേണ്ട ഒട്ടനവധി സന്തോഷത്തിൻ്റെ കഥകൾ പറയാനുണ്ട്. എന്നാൽ വേദനിപ്പിക്കുന്ന ഒരുപാട് ആളുകളെ കരയിപ്പിച്ച ഒരു സംഭവം അതും ഈ സ്ഥലം സാക്ഷ്യം വഹിച്ചതാണ്. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലുസ്സുഫ എന്ന സ്വഹാബി കൂട്ടത്തിൽ അഥവാ പള്ളിയുടെ ഓരത്തായുള്ള അന്നത്തെ ആ ശിഷ്യന്മാർ അവർ നിന്നിരുന്ന സ്ഥലമാണ്. പഠിച്ചിരുന്ന ആ സ്വഹാബികൾക്കാണ് അഹ്ലുസ്സുഫ, സുഫത്തിൻ്റെ അഹ്ലുകാരെന്ന് പറയാം. അവരുള്ള മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ഹിജറ 6ാം വർഷം ഹവാസിന് ഗോത്രക്കാർ ത്വായിഫിൽ നിന്ന് പോയി ഖുർആൻ പഠിക്കാൻ എന്ന പേരിൽ 10 സ്വഹാബിമാരെ കൂട്ടിക്കൊണ്ടുവന്ന് വഴിയിൽ വെച്ച് കൊലപ്പെടുത്തി. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ